നമ്മുടെ എല്ലാവരുടെയും ചിന്തകളിൽ സാധാരണയായി കടന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി നിറയേണ്ടുന്ന ഫജ്ർ നമസ്കാരത്തിൻ്റെ സമയത്ത് എന്തുകൊണ്ടാണ് പള്ളികളിൽ സഫുകളുടെ എണ്ണം ചുരുങ്ങുന്നത്, ആളുകൾ കമ്മിയായി മാറുന്നത്? മറ്റു അവസരങ്ങളെക്കാളെല്ലാം പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിലും ധാരാളം ആളുകൾ അവർക്ക് നമസ്കാരത്തിന് എത്താൻ കഴിയും വിധത്തിൽ ഫ്ലാറ്റുകളിലും വീടുകളിലുമൊക്കെ ഉണ്ടായിരിക്കുന്ന സമയമായിട്ട് പോലും ഏറ്റവും കൂടുതൽ തിങ്ങി നിറയേണ്ടുന്ന സമയം ആ ഫജ്റിൻ്റെ സമയമാണല്ലോ, എല്ലാവർക്കും സൗകര്യം. എന്നിട്ടും എന്താണ് മറ്റു വഖത്തുകളെ അപേക്ഷിച്ച് ഫജ്റിന് ആളുകളുടെ എണ്ണം കുറയുന്നത്? മഗ്രിബിക്കുള്ള അത്ര, ഇശാഇനുള്ള അത്ര ഫജ്റിന് കാണുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്, നമ്മൾ പരസ്പരം പങ്കുവെക്കാറുമുണ്ട്. സഹോദരങ്ങളെ, ഇതിൻ്റെ കാരണങ്ങൾ തേടിപ്പോകുമ്പോൾ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും, ഞാനടക്കമുള്ള ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഇത് നമ്മുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ആ ഈമാനികമായ ദുർബലത തന്നെയാണ് അതിൻ്റെ കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വസ്തുതയും. കാരണം മറ്റവസരങ്ങളേക്കാൾ മനുഷ്യന് ഏറെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളത്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ആ സമയത്ത് ഫജ്റിന് കൃത്യമായി പള്ളിയിലെത്തുവാൻ സാധിക്കുക എന്നുള്ളത് നല്ല പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രയാസത്തെ അതിജീവിക്കുവാൻ ഈമാനുള്ള ആളുകൾക്കാണ് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. അതേപോലെ തന്നെ നല്ല ഇഖ്ലാസുമുള്ള ആളുകൾക്കാണല്ലോ ആ സമയത്ത് ഉറക്കത്തിൻ്റെ മാധുര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലും എഴുന്നേറ്റ് പോകുവാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസും ഈമാനിൻ്റെ ഹലാവത്തുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ അവൻ എന്നെന്നും നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതിനെല്ലാം പുറമെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്കിത് നഷ്ടമാവാതിരിക്കുവാൻ നാം ഇതിന് ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ പ്രാധാന്യം അറിയലാണ്. ഒന്ന്, ഏറ്റവും പരമപ്രധാനമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. എല്ലാത്തിനേക്കാളും ഉപരി അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും അവൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള മോഹവും ആ നിലക്കുള്ള ഈമാനികമായ ദാർഢ്യതയും ഇഖ്ലാസിൻ്റെ ദാർഢ്യതയുമൊക്കെയാണ് ഏറ്റവും പരമപ്രധാനമായി ചിന്തിക്കേണ്ടത്. അതോടൊപ്പം വൈജ്ഞാനികമായി അവന് ഈ ബോധമുണ്ടാകണമെങ്കിൽ അവൻ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായി ഇതിൻ്റെ പ്രാധാന്യം മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കണം. അവൻ അറിയണം എന്താണ് ഫജ്ർ നമസ്കാരത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകുന്ന മഹത്വം എത്രത്തോളമുണ്ട് എന്ന അതിൻ്റെ ആ ഇൽമിയായ അതിൻ്റെ ശ്രേഷ്ഠതയെ വശം നമ്മളെല്ലാവരും എപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ട് നടന്നാൽ നമുക്ക് ആ സമയത്തുള്ള എഴുന്നേൽപ്പൊരു പ്രയാസകരമായി തോന്നുകയില്ല. നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അസ്ഖലുസ് സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്രി എന്ന്. മുനാഫിക്കുകളായ ആളുകൾക്ക് നിസ്കാരങ്ങളിൽ ഏറ്റവും ഭാരപ്പെട്ട നിസ്കാരം ഒന്ന് ഇശാവും അതുപോലെ തന്നെ ഫജ്ർ നമസ്കാരവുമാകുന്നു. അതിലടങ്ങിയിട്ടുള്ള പുണ്യം ഒരാൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവൻ നിരങ്ങി നീങ്ങിയിട്ടെങ്കിലും, അവൻ്റെ ഇരിപ്പിടത്തിലൂടെ നിരങ്ങി നീങ്ങിയിട്ടെങ്കിലും അല്ലെങ്കിൽ മുട്ടുകുത്തി ഇഴഞ്ഞുകൊണ്ടെങ്കിലും അവൻ ആ വഖത്തുകൾക്ക് ജമാഅത്തിന് എത്തിച്ചേരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ആ ഹദീസ് നമുക്ക് മനസ്സിലാക്കിയിരുന്നത് എന്താണ്? നിഫാഖ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ സമയത്ത് എഴുന്നേൽക്കാനും പോകാനുമൊന്നും കഴിയാതെ വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ നിഫാഖ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകണം. അതിൻ്റെ മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും,
മൻ സ്വല്ലൽ ഇശാഅ ഫീ ജമാഅ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. ആരെങ്കിലും ഇശാ ജമാഅത്തിൽ പങ്കെടുത്താൽ രാത്രി പകുതി വരെ നമസ്കരിച്ചവന്റെ പ്രതിഫലമാണ്. ഇശാ ജമാഅത്തിൽ ഒരാൾ പങ്കെടുത്താൽ രാത്രിയുടെ പകുതി വരെ ഒരാൾ ഇബാദത്തിലും നിസ്കാരത്തിലും അതുപോലെയുള്ള നല്ല കാര്യങ്ങളിലുമൊക്കെ ഏർപ്പെട്ടവനെ പോലെയാണ് എന്നാണ് ആ ഹദീസിൽ പഠിപ്പിച്ചത്. തുടർന്നു കൊണ്ട് പറഞ്ഞതോ വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ലഹു. ഒരാൾ സുബഹി ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് നമസ്കരിച്ചാൽ രാത്രി മുഴുവനും ഇബാദത്തിൽ പ്രവർത്തിച്ചവനെ പോലെയാണ് എന്ന്. രണ്ട് നിലയ്ക്ക് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന്, ഇശാ ഒരാൾ ജമാഅത്തിൽ പങ്കെടുത്താൽ സുബഹിയുടെ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന്റെ പകുതി പ്രതിഫലം അവന് കിട്ടുന്നുണ്ട്. അതായത് ഇശാ ജമാഅത്തിൽ ഒരാൾ പങ്കെടുത്താൽ രാത്രി പകുതി വരെ നിസ്കരിച്ചവനെ പോലെയുള്ള പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത്. അതേ അവസരത്തിൽ സുബഹി ജമാഅത്തിൽ പങ്കെടുത്തവനോ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവനെ പോലെ ഇബാദത്തിൽ ഏർപ്പെട്ടവന്റെ പ്രതിഫലമാണ് സുബഹി ജമാഅത്തിൽ പങ്കെടുത്തവന് ലഭിക്കുന്നത് എന്ന വ്യാഖ്യാനം ഇതിന് പണ്ഡിതന്മാര് നൽകിക്കാണാം. എന്നാൽ മറ്റ് ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ വേറെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതായത് ഇത് രണ്ടും കൂടെ ജമാഅത്തിൽ പങ്കെടുത്താൽ, ഒരാൾ ഇശാ ജമാഅത്തിൽ പങ്കെടുത്താൽ പകുതി വരെ, രാത്രി പകുതി വരെ ഇബാദത്തിൽ കഴിഞ്ഞവനെ പോലെ, സുബഹി ജമാഅത്തിലും കൂടി പങ്കെടുത്താലോ രാത്രി മുഴുവനും നമസ്കരിച്ചവനെ പോലെ എന്ന്. അങ്ങനെ ഇശായിൽ പങ്കെടുത്താൽ പകുതി ഇബാദത്ത് നിർവഹിച്ചവനെ പോലെ രാത്രി, സുബഹിയിലും കൂടി പങ്കെടുത്താൽ ബാക്കി പകുതിയും കൂടി കിട്ടി, അങ്ങനെ രാത്രി മുഴുവനും നിസ്കരിച്ചവനെ പോലെ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുമുണ്ട്. മറ്റു ചില ഹദീസുകളുടെ വെളിച്ചത്തിൽ അങ്ങനെയായിരിക്കാം അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞവരുമുണ്ട്. ഏതായിരുന്നാലും ഏറ്റവും മഹത്വം ഇതിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മലായിക്കത്തുകളുടെ സംഗമ വേദിയാണ് ആ ഫജ്റിന്റെ നമസ്കാരം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, രാത്രിയിലും പകലിലുമൊക്കെ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലായിക്കത്തുകൾ ഒരു കൂട്ടർ, അവർ രണ്ടു കൂട്ടരും സമ്മേളിക്കുന്ന സമയമാണ് അസ്റിന്റെയും അതുപോലെ തന്നെ സുബഹിയുടെയും സമയം. ആ ഫജ്ർ ജമാഅത്തിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്, അസ്റിലുമുണ്ട്. ഇപ്പൊ ഫജ്റിൽ രണ്ട് സമയത്ത് ഡ്യൂട്ടിയുള്ള മലായിക്കത്തുകളുടെ സാന്നിധ്യവുമുണ്ട്. രാത്രിയിൽ ഡ്യൂട്ടി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ റബ്ബിന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നത് സുബഹി ജമാഅത്തിന്റെ ശേഷം. പകൽ സമയത്ത് ഡ്യൂട്ടിയിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലായിക്കത്തുകൾ അവർ ഇറങ്ങുന്നതും സുബഹിയുടെ ജമാഅത്തിന്റെ സമയത്ത്. അപ്പോൾ രണ്ട് കൂട്ടരുടെയും സംഗമ അവസരം കൂടിയാണ് ഫജ്റിന്റെയും അസറിന്റെയും എന്ന് ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഫജ്റിനെ കുറിച്ചാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകളോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, എൻ്റെ അടിമകളെ നിങ്ങൾ വിട്ടേച്ചു പോകുന്നത് എപ്രകാരമാണ്? മലക്കുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ട് ചോദിക്കല്ല, ഈ മഹത്വം നമ്മെ പഠിപ്പിക്കാനാണ് അവിടെ ആ സംഭവം പറയുന്നത്. തറക്കിനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോന്നപ്പോഴും അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു. വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരിലേക്ക് ഇറങ്ങി വന്നപ്പോഴും അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ ആ നിലക്കുള്ള മഹത്വം, മലായിക്കത്തുകളുടെ കൂടുതൽ സാന്നിധ്യമുള്ള അവസരം കൂടിയാണ് ഫജ്ർ. അതെനിക്ക് നഷ്ടപ്പെടരുത് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ സദാ ഉണ്ടായിരിക്കണം. അതതിൻ്റെ മഹത്വം കുറിക്കുന്നുവെങ്കിൽ. രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഫജ്റിന്റെ നമസ്കാരം ഒരാൾക്ക് നഷ്ടമായാലുള്ള അപകടവും നമ്മൾ അറിയണം. അപ്പൊ പങ്കെടുത്താലുള്ള പുണ്യം അറിഞ്ഞാൽ മാത്രം പോരാ, പങ്കെടുത്തിട്ടില്ലെങ്കിലുള്ള അപകടം എത്രത്തോളമാണ് ഗൗരവം എന്നുകൂടി അറിയണം. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അദ്ദേഹം പറയുന്ന ഒരു റിപ്പോർട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തൊബറാനിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സഹാബിയാണല്ലോ. ആ സഹാബി പറയാണ്, കുന്നാ ഇദാ ഫഖദ്ന റജുല ഫിൽ ഫജ്രി വൽ ഇശാഇ അസഅനാ ബിഹിൽ ലന്ന, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പതിവായിരുന്നു, സഹാബിമാരുടെ പതിവായിരുന്നു എന്ത്? ഏതെങ്കിലും ഒരു വ്യക്തിയെ ഫജ്റിന് കണ്ടിട്ടില്ലെങ്കിൽ, ഫജ്ർ ജമാഅത്തിനും അതുപോലെ തന്നെ ഇശായിനുമൊക്കെ ഒരാളെ കണ്ടിട്ടില്ലെങ്കിൽ
അസഅ്നാ ബിഹി ളന്ന, ഞങ്ങൾ അയാളെക്കുറിച്ച് നല്ല ചിന്ത ഞങ്ങൾക്കൊരിക്കലും ഉണ്ടാകാറില്ലായിരുന്നു. കാരണം ഒരു യഥാർത്ഥ മോമിനാണെങ്കിൽ അവർ വരുമല്ലോ. സ്ഥിരമായിട്ട് അങ്ങനെ പങ്കെടുക്കാതെ കാണുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ സംഗതി വശാൽ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ബോധിപ്പിക്കപ്പെടാവുന്ന ഉദ്റുള്ള കാരണമുള്ള ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. അതല്ലാതെ ഇതിങ്ങനെ സ്ഥിരം നഷ്ടപ്പെടുത്തുക, അവരെക്കുറിച്ച് ഞങ്ങൾ നല്ലതല്ല വിചാരിച്ചിരുന്നത്, അവരെ ഞങ്ങൾ മുനാഫിക്കീങ്ങളുടെ ഗണത്തിലാണ് എണ്ണിയിരുന്നത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വേറെ സ്വഹാബിയിൽ നിന്ന് നമുക്ക് കാണുവാനും സാധിക്കും. അപ്പം അതുകൊണ്ട് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിഫാഖ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു കാര്യമാണ് ഈ ഫജ്റിന്റെ നിസ്കാരത്തിന് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാതിരിക്കുക എന്നുള്ളത്. അതിന് പണ്ഡിതന്മാർ പറയുന്നുവെന്ത്, ഫജ്റിനൊക്കെ എത്തിപ്പെടണമെങ്കിൽ ഒരാൾക്ക് നല്ല സത്യസന്ധതയും അതുപോലെ തന്നെ ഈമാനികമായ ബോധവും ഒക്കെ ഉണ്ടെങ്കിലേ കഴിയൂ. ഒരു മനുഷ്യൻ്റെ വൈജ്ഞാനികമായി ഒരു മനുഷ്യൻ്റെ ഈമാനികമായ അവസ്ഥ, അതുപോലെ തന്നെ അവൻ്റെ ഇഖ്ലാസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അളക്കുവാൻ, നമ്മെക്കുറിച്ച് അളക്കുവാൻ പറ്റിയ ഒരളവുകോല് തന്നെയാണ് ഈ സമയങ്ങളൊക്കെ. കാരണം എന്താ, മറ്റ് നമസ്കാരങ്ങളൊക്കെ മനുഷ്യർ എഴുന്നേറ്റിരിക്കുന്ന അവസരങ്ങളാണ്. അതുപോലെ തന്നെ അവൻ പലപ്പോഴും ഉണർന്നിരിക്കുന്ന സന്ദർഭങ്ങളാണ്, പങ്കെടുക്കാൻ വലിയ പ്രയാസങ്ങളില്ലാത്ത അവസരങ്ങളാണ്. ഇതങ്ങനെയല്ലല്ലോ. ഇത് നല്ല മാധുര്യമൂറുന്ന ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ഒരു പ്രത്യേകമായ താല്പര്യം ഉണ്ടെങ്കിലല്ലാതെ അത് കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇതിന് വലിയ മഹത്വമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് ഈ വിഷയത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് നമ്മൾ വൈജ്ഞാനികമായി ഇതിൻ്റെ ശ്രേഷ്ഠതയും അറിയുക, അത് പങ്കെടുക്കാതിരുന്നാലുള്ള ഗുരുതരമായ അവസ്ഥ ഹൃദയത്തിന് എന്തെല്ലാം ബാധിക്കുന്നു, അതുപോലെ നമ്മെ അത് ഏതെല്ലാം വിധത്തിൽ അത് നശിപ്പിക്കുന്നു എന്നുള്ള ഗൗരവതരമായ ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ ഫജ്റിന് എഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ് വൈജ്ഞാനികമായി നമ്മൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് നാം ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ വിശ്വാസികളിൽ, കാപട്യം ഹൃദയത്തിൽ കടന്നു വരാത്ത വിധത്തിൽ സുരക്ഷ നൽകപ്പെടുന്നവരിൽ സാധുക്കളായ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു അവൻ്റെ മഹളായ ഫള് കൊണ്ട് പുറത്തു തന്ന് നമ്മെ ഏവരെയും ശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.